നമ്മളോടൊപ്പം ഇതിൻ്റെ അമ്മാവൻ ശ്രീ വിശ്വംഭരനുണ്ട്. ശ്രീ വിശ്വംഭരൻ, താങ്കളോടായിരുന്നു ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, അപ്പോൾ കേൾക്കാത്തതുകൊണ്ടാണ്. ഏറ്റവും ദുഃഖകരമായൊരു ദിവസമാണ്. നിങ്ങളുടെ ആ വേദനയുടെ ഒരു അംശം ഞങ്ങളും പേർന്നുണ്ട്. നമ്മുടെ സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് ഇന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പോലും വയ്യ. ഒരു മിടുക്കനായ ഒരു വിദ്യാർത്ഥി ജീവൻ ഒടുക്കാൻ കാരണമായത് ഈ സിസ്റ്റമാണെങ്കിൽ ആ സിസ്റ്റത്തിൽ പിഴവുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഓരോ മിനിറ്റും വൈകുക, അല്ലെങ്കിൽ ഓരോ സെക്കൻഡും വൈകിയതിൻ്റെ കൂടി ഇരയാണ് നിതിൻ എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിതിൻ ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഒരിക്കലും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഇന്റേണൽ മാർക്ക് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ പോലും ഇത്രയേറെ മോശമായി ആ വോയിസ് നോട്ടുകൾ കേട്ടാൽ നമുക്കറിയാം ഒരു അധ്യാപകൻ എന്ന് അയാളെ വിളിക്കാൻ കഴിയില്ല. അങ്ങനെ അത്രയും മോശമായി കുട്ടികളോട് പെരുമാറുന്ന ഒരാളെ എങ്ങനെയാണ് ആ സ്ഥാപനം വെച്ചു പൊറിപ്പിക്കുന്നത്? ഇപ്പോഴും അങ്ങേക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ മുൻപ് തന്നെ അറിയാമായിരുന്നു? എനിക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ഈ അടുത്ത കാലത്തായി ഇന്ന് നിതിൻ രാജ് പല അവനുണ്ടായ പിന്നെ അനുഭവങ്ങൾ എൻ്റെ കൂടെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായും അവിടെ കുട്ടികളെ സംബന്ധിച്ച് അവൻ ആദ്യമായി അഡ്മിഷൻ എടുത്ത സമയത്ത് റാഗിങ് പോലുള്ള കാര്യങ്ങളുണ്ട്. അത് ഒരു 3-4-5-6 ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. പിന്നെ ഇപ്പോൾ കുട്ടികളെ കൊണ്ട് അവിടെ മറ്റ് വിദ്യാർത്ഥികളെ കൊണ്ട് ഇവർക്ക് യാതൊരു ശല്യവുമില്ല. മറിച്ച് അവിടുത്തെ എച്ച്ഒഡിൻ കൂടിയായ ഒരു പ്രൊഫസർ കൂടിയായ ഒരു റാം എന്ന് പറയുന്ന ഒരു അധ്യാപകനും പിന്നെ ഒരു സംഗീത എന്ന് പറയുന്ന ഒരു പ്രൊഫസറും അതേപോലെ അവിടുത്തെ ഒരു വാർഡൻ കൂടിയായ കമൽ എന്ന് പറയുന്ന ഒരാളും മാനസികമായി ഇയാളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ ക്ലാസ് മുറിയിൽ വച്ച് പോലും വളരെ പരസ്യമായ രീതിയിൽ നീ പട്ടികജാതിയിൽപ്പെട്ടവനല്ലേടാ, നീ പാവപ്പെട്ടവൻ്റെ മകനല്ലേടാ, നിനക്കെന്ത് യോഗ്യതയടാ, MBBS പഠിക്കാനടാ, നീ പുഴുത്ത പട്ടിയാണടാ എന്ന് പല ആവർത്തി പറഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഈ നിതിൻ രാജ് ഒരു പ്രാവശ്യം പ്രതികരിച്ച് അത് ഞങ്ങളോട് പറഞ്ഞത് ഞാൻ പുഴുത്ത പട്ടിയാണെങ്കിൽ നമ്മൾ രണ്ടും തുല്യമാണ്, നമ്മൾ രണ്ടും ഈക്വലാണെന്ന് അവൻ പറഞ്ഞു. അത് അയാൾക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ കൈയും കാലും വെട്ടി നിന്നെ ഇവിടുന്ന് തുണിയിൽ പൊതിഞ്ഞ് നിൻ്റെ ശവമായിട്ടായിരിക്കും ഇവിടുന്ന് കൊണ്ടുപോകുന്നതെന്ന് ആ അധ്യാപകൻ റാം എന്ന് പറഞ്ഞ അധ്യാപകൻ പറഞ്ഞ കാര്യം അവൻ എൻ്റെ കൂടെ പറയുകയും അതേപോലെ തന്നെ അവൻ്റെ സഹോദരിയുടെ ഫോണിൽ, അതായത് കഴിഞ്ഞ മാർച്ച് 13-14 തീയതികളിലെ ഫോൺ കോളുകൾ പരിശോധിക്കണമെന്ന് സൈബർ സെല്ലിനെ കൊണ്ട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട ഇവിടെ കണ്ണൂർ ചക്കരയ്ക്കൽ പോലീസ് പിന്നെ SHOയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വീഡിയോ പിന്നെ അവൻ്റെ ഫോണിലെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തുനിന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്ത് വിട്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അറിയാം. താങ്കൾ അങ്ങോട്ട് പോയിരുന്നല്ലോ, അവിടെ കോളേജിൽ പോയിരുന്നല്ലോ. അപ്പോൾ നേരത്തെ രക്ഷിതാക്കളുടെ ഒക്കെ പ്രതികരണത്തിൽ നിന്ന് കേട്ടത് വളരെ ഒരുപക്ഷെ ഓരോ അച്ഛനോടും പറയാൻ പാടില്ലാത്ത തരത്തിലാണ് ഈ മരണവാർത്ത അറിയിച്ചത് പോലും. അങ്ങനെയാണ് ഇന്നലെ നിങ്ങൾ ചെന്ന ശേഷം ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവര് എന്താണ് നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ അവിടെ പോയപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ അവിടെ ഒരു സംഭവം നടന്നതായിട്ടുള്ള യാതൊരു പ്രതിവിധി അവിടെ കാണാനില്ല. ഒരു അധ്യാപകനോ അല്ലെങ്കിൽ മറ്റു കുട്ടികളോ ആരും തന്നെ ഈ ബോഡി കിടക്കുന്ന മോർച്ചറിയുടെ ഭാഗത്തേക്കോ മറ്റാരും അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ അവിടെ ഒരു സംഭവം നടന്നതേ ഇല്ല എന്നുള്ള മട്ടിലാണ് അവിടുത്തെ അധ്യാപകരും മറ്റുള്ളവരും ഒക്കെ നിന്നത്. അപ്പോൾ അവിടുന്ന് എനിക്ക് തോന്നുന്നത് ഈ റാമിനെ അവിടുത്തെ മാനേജ്മെൻറ്റിനും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്ക് പേടിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവനെ പല പ്രാവശ്യവും നിതിൻ രാജിനെ ഇങ്ങനെ ആക്ഷേപിച്ചവൻ പരാതി കൊടുത്തിട്ടും ആ പരാതി പുറം ലോകം കാണാതെ അവിടെ അതിനകത്ത് വെച്ച് തന്നെ അവരതിനെ കുഴിച്ചു മൂടി. അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ഈ അധ്യാപകനെക്കുറിച്ച് മറ്റ് യാതൊരു വിധമായ പരാതികൾ നാളിതുവരെ വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പാൾ 3 മാസമേ ആയുള്ളൂ. അദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ 10 വർഷമായി അവിടെ ഇരിക്കുന്ന ഒരു പ്രൊഫസറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്
റാമിനെക്കുറിച്ച് ഇത്തരത്തിൽ യാതൊരുമായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലോ ഇല്ലല്ലോ, ഇത് പരാതികൾ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ കഴിഞ്ഞ വർഷം ഒരു പരാതിയും വരാത്തത് കൊണ്ടാണോ റാമിനെ എന്ന് പറയുന്ന ആ പ്രൊഫസറെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ അയാൾ നല്ലവനായിട്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ മണ്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് അത് ഞങ്ങൾക്ക് അറിയില്ല എന്താണെന്നുള്ള കാര്യം അറിയില്ല. അയാളൊരു ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്നുള്ളത് അവിടുത്തെ എല്ലാ പെൺകുട്ടികൾ അവിടുത്തെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞങ്ങൾ ഇന്നലെ അവിടെ പോയപ്പോൾ ഈ കുട്ടികൾ പലരോടും ചോദിച്ചപ്പോൾ ആരും ഒന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഒരു വാർത്ത ഞങ്ങൾക്ക് കിട്ടാൻ കഴിയില്ല എന്ന് ഞങ്ങൾ മാനസികമായി വളരെ പ്രയാസപ്പെട്ടിറങ്ങിയപ്പോൾ 4 പെൺകുട്ടികൾ അവരെവിടത്തുകാരിയാണെന്നോ അവരുടെ പേരെന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അവർ ഞങ്ങളുടെ മാമ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾക്കറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ആ പിള്ളേർ പറഞ്ഞത്, ആ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ പറഞ്ഞത്, ഈ റാമെന്ന് പറയുന്ന ആ സാറ് ആൺപിള്ളരെയും പെൺപിള്ളരെയും ഒരേപോലെ അയാൾ കരാസ ചെയ്യും. അവരെ ഏതെല്ലാം രീതിയിൽ മാനസികമായി പീഡിപ്പിക്കാൻ കഴിയുമോ അത് ചെയ്യും. ഇയാളെ തന്നെ, ഈ നിതിൻ രാജിനെ തന്നെ ക്ലാസ്സിൽ വെച്ച് പരസ്യമായിട്ട് ഞങ്ങളെ മുന്നിൽ വെച്ച് ഇങ്ങനെ, നീ ഒരു പുഴുത്ത പട്ടിയാണടാ, നീ പട്ടികജാതിക്കാരനല്ലേടാ, നീ ഒന്നും സാമ്പത്തികമായി ഒന്നും ഇല്ലാത്തവനല്ലേടാ, നിനക്ക് MBBS പഠിക്കാൻ യോഗ്യത ഇല്ലടാ എന്ന് പറഞ്ഞ് നിന്നെ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് ജയിപ്പിക്കാൻ നിനക്ക് മാർക്ക് കുറയ്ക്കും, നിനക്ക് മാർക്ക് ഇടൂലടാ എന്ന് പറഞ്ഞ് അയാളെ മാനസികമായി വേദനിപ്പിക്കാവുന്ന രംഗങ്ങൾ പല പ്രാവശ്യങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇതിൽ മാനേജ്മെൻറ്റും റാമും കൂടെ ഒരു സെക്കൻഡ് ഈ മാനേജ്മെൻറ്റും ഈ റാമും കൂടെ നിൽക്കണം മാനേജ്മെൻറ്റും റാമും കൂടെ കൂടി ചേർന്ന് യവൻ്റെ ജീവൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പകരം അവിടെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ഡൊണേഷൻ കിട്ടുമെന്നുള്ള ഉദ്ദേശം ഉണ്ടോ എന്ന് വരെ ഈ കാരണങ്ങളുമായി ക്രോഡീകരിച്ച് നോക്കുമ്പോൾ എനിക്ക് സംശയമുണ്ട്.